ഓടിപ്പോയി ഒരു A4 ഷീറ്റോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പേപ്പർ എടുത്തുകൊണ്ട് പോയാൽ നമുക്കിന്ന് ന്യൂ ഇയർ കാർഡല്ല, ന്യൂ ഇയർ കലണ്ടർ നമുക്ക് ഉണ്ടാക്കാം. എന്തായാലും ന്യൂ ഇയർ ഒക്കെ ആവാറായില്ലേ, 2026 ആയില്ലേ, നമുക്കൊരു ന്യൂ ഇയർ കലണ്ടറൊക്കെ ഉണ്ടാക്കി വെക്കാൻ വീട്ടിൽ, ഒരു എസ്തെറ്റിക് ലുക്ക് ആയിട്ടുള്ള ഒരു ന്യൂ ഇയർ കലണ്ടർ. അതിനായിട്ട് നമുക്ക് എഴുതിയെടുത്താൽ മതിയാവും. ഞാൻ കുറച്ച് സമയമില്ലാത്തതിനാൽ കുറച്ച് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. പ്രിൻ്റൊക്കെ നമുക്ക് പിൻട്രസ്റ്റിൽ നോക്കിയാൽ കിട്ടാത്ത വല്ലതും ഉണ്ടോ? ആ പ്രിൻ്റ് എടുക്കുക, അത് ഇതുപോലെ കട്ടാക്കുക, അതിൻ്റെ ബേക്കിലോട്ട് ആ കട്ടിയുള്ള പേപ്പർ വെച്ച് ഒന്ന് ഒട്ടിക്കുക. അതിനുശേഷം നൂലിലാണ് ഞാൻ കോർത്തെടുക്കുന്നത്, നമ്മുടെ ത്രെഡിങ് നൂലില്ലയോ, അത് സൂചി വെച്ച് ഞാൻ കോർത്തെടുത്തിട്ട് പിന്നെ അതിന് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീഡ്സ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹാങ്ങിങ് മാത്രം കൊടുത്താൽ മതിയാവും. ജസ്റ്റ് നമുക്ക് ഇത് ഞാൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം ഞാൻ ഉണ്ടാക്കി പിന്നീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രെയിം. അതിനുശേഷം കുറച്ച് മോഡിഫൈ ഒക്കെ ചെയ്യണ്ടേ, വെറുതെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? കുറച്ച് ബോസ് ഒക്കെ ഞാൻ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ കൂടെ കിട്ടിയത് തന്നെയാണ്, ഞാനത് സെപ്പറേറ്റ് കട്ട് ചെയ്ത് ഞാൻ സെറ്റാക്കിയതാണ് കേട്ടോ. എന്നിട്ട് ഓരോ കലണ്ടറിൻ്റെ, അതായത് ജാനുവരി, ഫെബ്രുവരി, അതിലെല്ലാത്തിലും ഞാൻ അങ്ങനെ ഓരോന്നും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പേപ്പറിൽ എഴുതി വരച്ചിട്ട് കീറിയെടുത്ത് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഭയങ്കര ലുക്കാണ്, നല്ല എസ്തെറ്റിക് ലുക്കായിട്ടുള്ള, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണല്ലോ. ഇതുവരെ ഉണ്ടാക്കാത്തവർ പെട്ടെന്ന് പോയി ഉണ്ടാക്കി വീട്ടിൽ കുറച്ച് ഷോപ്പൊക്കെ കാണിക്കാം കേട്ടോ. അത്രയ്ക്ക് സൂപ്പറാണ് കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടി എന്ത് രസമാണെന്ന് നോക്കി, നല്ല പിൻട്രസ്റ്റി ലുക്കൊക്കെ തോന്നുന്നില്ലേ ഇത് കാണാനായിട്ട്? അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ വാചകടി അവസാനിച്ചു. ബൈ.